ഇന്നലെ കിച്ചണിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് നിന്ന ഞാൻ ഇന്ന് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. ഇന്ന് ചെയ്യാൻ നല്ല മടിയായിരുന്നു. ബാക്കി ഇരുന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെയായിരുന്നു കേട്ടോ. ഇന്നലത്തെ അധികം വന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ഇന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തായിരുന്നല്ലോ. അതായത് ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയും അതിൻ്റെ കൂടെ എൻ്റെ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഷോർട്സ് ആണത്. ദേ ഞാൻ ഇട്ട ഷോർട്സിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു 1.6K വ്യൂസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചിരുന്നാൽ 1.6K എന്നൊക്കെ പറയുമ്പം പുറമേ നിന്ന് കേൾക്കുന്നവർക്ക് വിചാരിക്കും പിന്നെ ഈ 1.6K ആണോ ഇത്ര വലിയ കാര്യത്തിൽ പറയുന്നതെന്ന്. പക്ഷേ അത് വേറൊന്നും കൊണ്ടല്ല. ഓരോ റീൽസ് കാണുന്ന ഓഡിയൻസും മണ്ടന്മാരല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരുടെ ഫിംഗർ ടിപ്പിലിരിക്കുന്ന ഒരു സംഗതിയാണ്. വേണമെങ്കിൽ അത് തട്ടിക്കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് വേണ്ട, എന്താണ് നമ്മൾ പറയുന്നതെന്ന് കേൾക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. എന്നിട്ട് ആ വ്യൂസ് നമ്മൾക്ക് കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ ആ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ വീഡിയോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റും എന്നാൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ആ കുട്ടി കേട്ടോ. അപ്പോൾ ദൈവമേ, അവളെന്നോട് ആക്ച്വലി കുറേ നാൾ മുന്നേ പറഞ്ഞതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷേ ഞാനത് ഇതുവരെയും ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. ഇന്നലെയാണത് ചെയ്തത് കേട്ടോ. ഇന്നലെയല്ല, റീസെൻ്റായിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ ഞാനിത് എന്താ അന്നേ ചെയ്യാതെ ഇരുന്നതെന്ന്. ഇത്രയും വ്യൂസ് കിട്ടേണ്ട ഒരു സംഗതിയായിരുന്നെങ്കിൽ. പിന്നെ ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാ എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞങ്ങ് സമാധാനിച്ചു. ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നമൊന്നൊന്നുമല്ല, പുള്ളിക്കാരി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്നുള്ളത് ഈ റീല് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനി അതിൻ്റെ വക ഇനി ഞാൻ എന്തൊക്കെ ഷോ ഇനി കാണേണ്ടി വരും, കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ എൻ്റെ ഒരു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട് ഞാൻ കൊണ്ടുപോയൊരു ദിവസമാണ്. അധികം കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് സെൽഫ് കെയറും പിന്നെ കുറച്ച് ക്രാഫ്റ്റ് വർക്കും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി കേട്ടോ. ക്രാഫ്റ്റ് വർക്ക് എന്ന് വെച്ചിരുന്നാൽ ഞാനങ്ങ് ഭയങ്കര ക്രാഫ്റ്റുകാരിയൊന്നും അല്ല. വെറുതെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ റൂമിലൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുകയും അടിക്കുകയൊക്കെ ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഭയങ്കര ക്രാഫ്റ്റ് കൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് പൊട്ടാറ്റോ. എനിക്ക് വെജിറ്റബിൾസിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പൊട്ടാറ്റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാധാരണ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയാണ്. ഇന്നൊരു ചേഞ്ചിന് പൊട്ടാറ്റോ ഫ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ കൂട്ടുകാരെ, ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. പൊട്ടാറ്റോ ഫ്രൈക്ക് നല്ല എണ്ണ വേണ്ട സംഭവമാണ്. അതുകൊണ്ട് എപ്പോഴും ഇത് ഒരു കാരണവശാലും ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ